കർത്താവിൽ പ്രിയരെ, വലിയ നോയമ്പിൻ്റെ തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും ഉപവാസത്തിലൂടെയും നാം കടന്നു പോകുമ്പോഴാണ് പ്രത്യാശയുടെ പൊൻകിരണമായി വചനിപ്പ് പെരുന്നാൾ വന്നെത്താറുള്ളത്. അത് വെറുമൊരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് ഉത്കണ്ഠകളും പ്രതിസന്ധികളും നിറഞ്ഞ ഇന്നത്തെ ആധുനിക ലോകത്തിനുള്ള ഏറ്റവും വലിയ പ്രത്യാശയുടെയും അതിജീവനത്തിൻ്റെയും സന്ദേശം കൂടിയാണ്. പാപത്താൽ മരുഭൂമിയായി മാറിയ മനുഷ്യരാശിക്ക് മേൽ പെയ്തിറങ്ങിയ ആദ്യത്തെ ജീവജലമായിരുന്നു ഗബ്രിയേൽ മാലാഖ നസ്രത്തിൽ കൊണ്ടുവന്ന ആ മംഗളവാർത്ത. ഏദൻ തോട്ടത്തിൽ വച്ച് ആദ്യ മാതാവായ ഹൗവയുടെ അനുസരണക്കേട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നസ്രത്തിലെ ഒരു കൊച്ചു വീട്ടിൽ വച്ച് കന്യകമറിയാം എന്ന സാധാരണ പെൺകുട്ടിയുടെ അനുസരണം ആ ശാപത്തെ ഇല്ലാതാക്കി. സ്വർഗവും ഭൂമിയും ഒരുപോലെ കാതോർത്തിരുന്ന ആ നിമിഷം അവൾ നൽകിയ പൂർണ്ണ സമ്മതം പുരുചരിത്രം സൃഷ്ടിച്ചു. തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഗബ്രിയേൽ മാലാഖയുടെ ദൂത് കേൾക്കുന്ന മറിയത്തിന് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വ്യാപ്തിയോ പ്രത്യാഘാതങ്ങളോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ദൈവഹിതത്തിന് മുമ്പിൽ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മറിയാൻ നൽകിയ ആ ഉത്തരം നമ്മുടെ ജീവിതത്തിനും ഏറ്റവും വലിയ മാതൃകയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് സംഭവിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 1:38. എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ എന്ന് മാത്രം ചിന്തിക്കുന്ന ഞാൻ എന്ന ഭാവം നിറഞ്ഞു നിൽക്കുന്ന ആധുനിക സമൂഹത്തിന് മുമ്പിൽ വലിയൊരു തിരുത്തലാണ് മറിയാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയും പദ്ധതികളെയും ദൈവഹിതത്തിനായി അവൾ പൂർണ്ണമായി അടിയറ വെച്ചു. പിന്നെ ഒന്നും എൻ്റേതല്ല, എല്ലാം ദൈവത്തിൻ്റേതാണ്. ഒരു ശില്പിയുടെ കൈകളിൽ ഒരു കല്ല് സ്വയം വിട്ടുകൊടുക്കുമ്പോഴാണ് അത് മനോഹരമായ ഒരു ശില്പമായി മാറുന്നത്. എന്ന പോലെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, അവിടുത്തെ പദ്ധതികളിലേക്ക് യാതൊരു മടിയുമില്ലാതെ അവൾ സ്വയം വിട്ടുകൊടുത്തു. പരിശുദ്ധ വലിയ നോമ്പിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ അർത്ഥം പൂർണ്ണമാകുന്നത് ഈ മനോഭാവം നാം സ്വീകരിക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരവും സ്വാർത്ഥതയും മാറ്റി അവിടെ ദൈവത്തിന് മുമ്പാകെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നാം നോമ്പിൽ പലതും വർജിക്കുന്നത്. മറിയാം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചത് കൊണ്ടാണ് അവിടേക്ക് ദൈവവചനത്തിന് കടന്നു വരുവാനും മാംസമായി തീരാനും കഴിഞ്ഞത്. നമ്മുടെ ഹൃദയ പാപങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് വസിക്കാൻ ഇടമുണ്ടാകുകയില്ല. ദൈവത്തിന് വസിക്കുവാൻ സാധ്യമാകുന്ന ഒരിടം നമ്മിൽ നാം ഒരുക്കണം. യുദ്ധങ്ങളും സാമ്പത്തിക തകർച്ചകളും തൊഴിലില്ലായ്മയും അപ്രതീക്ഷിതമായ രോഗങ്ങളും മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പലരുടെ ഉറക്കം കെടുത്തുന്നു. മറിയത്തിനും അന്ന് ഭയക്കാൻ ഏറെ കാരണങ്ങളുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഗർഭധാരണം അക്കാലത്ത് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ മാത്രം വലിയ കുറ്റകരമായിരുന്നു. എന്നിട്ടും സ്വന്തം ജീവനേക്കാളും ഭാവിയേക്കാളും അവൾ ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മുടെ പ്രതിസന്ധികളിലും ഭയത്തിന് അടിമപ്പെടാതെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കാൻ ഈ പെരുന്നാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയും നിരന്തരമായ നോട്ടിഫിക്കേഷനുകൾക്കും ശബ്ദങ്ങൾക്കും ഇടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ബഹളങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെയോ സഹജീവികളുടെയോ സ്വരം കേൾക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എന്നാൽ ഗബ്രിയേൽ മാലാഖയുടെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം മറിയത്തിൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ വലിയൊരു നിശബ്ദത ഉണ്ടായിരുന്നു. ഈ നോമ്പിൽ അനാവശ്യമായ ഡിജിറ്റൽ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കാനും ദൈവസ്വരം ശ്രവിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിനെ ഏകാന്തമാക്കണം. ഈ വചനപ്പ് പെരുന്നാളിൽ നമുക്കും ദൈവത്തോട് പറയാം, കർത്താവെ, നോമ്പിലൂടെ എന്നെ തന്നെ നിനക്ക് വസിക്കുവാനുള്ള ഇടമാക്കി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ സമർപ്പണ മനോഭാവം വർത്തമാനകാല
പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കരുത്താകട്ടെ. എല്ലാവർക്കും വർജ്ജനിപ്പ് പെരുന്നാളിൻ്റെയും അനുഗ്രഹീതമായ വലിയ നോയമ്പിൻ്റെയും പ്രാർത്ഥാശംസകൾ നേരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.